ചരിത്രത്തിൽ ആരും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഒരു ആത്മീയ യാത്ര. ഒരു രാജകുമാരിയുടെ ജീവിതം ഇവിടെ അവസാനിച്ചു. ഇപ്പോൾ ആരംഭിക്കുന്നത് ഒരു സന്യാസിനിയുടെ യാത്ര. ചരിത്രം പറയുന്നു, അവൾ സമൂഹത്തോട് പോരാടിയതല്ല, അവൾ കേട്ടത് ഒരു ആന്തരിക വിളി. ഇതൊരു ആത്മാവിന്റെ വിളിയായിരുന്നു. അവളുടെ ലോകം ഇപ്പോൾ ഒരാളിൽ മാത്രം ഒതുങ്ങി. അവൾ ആരാധിച്ചത് ചെന്നമല്ലികാർജുനൻ. ശിവൻ മാത്രമാണ് എന്റെ ഭർത്താവ്. സമൂഹം നിർമ്മിച്ച എല്ലാ ചട്ടങ്ങളും അവൾ പിന്നിലാക്കിയാൾ. അവൾക്കിനി ആരും അനുമതി നൽകേണ്ടതില്ല. ചിലർ അവളെ പരിഹസിച്ചു, ചിലർ അവളെ മനസ്സിലാക്കിയില്ല. കാലം എന്നെ പരിഹസിച്ചു. എന്നാൽ അവളുടെ കണ്ണുനീർ ദുഃഖത്തിൻ്റെതായിരുന്നില്ല, അത് സമർപ്പണത്തിന്റെ അടയാളം. പക്ഷേ ഞാൻ ദൈവത്തോട് ചിരിച്ചു. അവൾ തെരഞ്ഞെടുത്ത വഴി ഒറ്റപ്പെട്ടതായിരുന്നു, പക്ഷേ അത് അവളുടെ സത്യമായിരുന്നു. ഒറ്റപ്പെട്ട വഴി, പക്ഷേ സത്യമായ വഴി. ത്യാഗം അവളെ ദുർബലമാക്കിയില്ല, അതവളെ ശക്തിയാക്കി. അവളുടെ ത്യാഗം ഇപ്പോൾ ശക്തിയായി. സമൂഹം അവളെ നഷ്ടപ്പെടുത്തി. പക്ഷേ അവളുടെ യാത്ര ഇവിടെ അവസാനിച്ചില്ല, അത് ഇപ്പോൾ മാത്രമാണ് ആരംഭിച്ചത്. ഈ വനയാത്രയ്ക്ക് ശേഷം അവൾ എത്തിയത്, അത് അവളുടെ ജീവിതം എന്നേക്കുമായി മാറ്റി. എന്റെ അതിസങ്കീർണമായ ജീവിതകഥയുടെ ആദ്യ ഭാഗം കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമായാൽ ദീപാരാധന മലയാളം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വനത്തിലെ സന്യാസിനി ഇപ്പോൾ ഒരു നഗരത്തിലേക്ക് എത്തുന്നു. അത് സാധാരണ നഗരമല്ലായിരുന്നു. അവളെ കണ്ടപ്പോൾ നഗരം അമ്പരന്നു. അവളുടെ രൂപം സമൂഹത്തിന്റെ ചട്ടങ്ങൾക്കപ്പുറത്തായിരുന്നു. ആ നഗരം ആ കാലത്ത് വ്യത്യസ്തമായിരുന്നു. അവിടെ ഒത്തുചേരുന്നത് ഭക്തരും ചിന്തകരുമായിരുന്നു. അവിടെയാണ് അവൾ എത്തിപ്പെട്ടത്. അനുഭവ മണ്ഡപം ലോകത്തിലെ ആദ്യ ആത്മീയ ചിന്താസഭകളിലൊന്ന്. ഇവിടെ ഇരുന്നത് മഹത്തായ ആചാര്യന്മാരായിരുന്നു. അവർ സമൂഹത്തിന്റെ പുതിയ ദിശയെക്കുറിച്ച് ചിന്തിച്ചു. അവൾ ആരാണ്? ഒരു സന്യാസിനിയോ അല്ലെങ്കിൽ ഒരു കലാപകാരിയോ? പക്ഷേ അവിടെ ഒരാളുണ്ടായിരുന്നു. അവൻ അവളെ വ്യത്യസ്തമായി കണ്ടു. അല്ലാമ പ്രഭു ചോദിച്ചു, നീ എന്തിനാണ് ഈ ചുടലയ്ക്ക് കാവലിരിക്കുന്നത്? അവൾ ശാന്തമായി മറുപടി നൽകി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ പുറത്തെ വസ്ത്രം തിരയുന്നു, പക്ഷേ എന്റെ ആത്മാവ് പ്രകാശത്താൽ പൊതിയപ്പെട്ടിരിക്കുന്നു. ആ മറുപടി മണ്ഡപത്തെ നിശബ്ദമാക്കി. അല്ലാമ പ്രഭു ചോദിച്ചു, നീ ആരാണ്? ഞാൻ ചെന്നമല്ലികാർജുനന്റെ വധു. ആ മറുപടി കേട്ടപ്പോൾ സഭ നിശബ്ദമായി. You are Akka Mahadevi. We welcome you. I am but a servant. She is truly pure. Blessed be. നീ വധുവല്ല, ഞങ്ങളുടെ മൂത്ത സഹോദരി അക്ക മഹാദേവി. അവൾ വിനയത്തോടെ മറുപടി നൽകി. പഴം പഴുത്താൽ തൊലി പുറന്തള്ളപ്പെടും, ഉള്ളിൽ ജ്ഞാനമാകുന്ന മധുരം നിറഞ്ഞാൽ പിന്നെന്തിന് വസ്ത്രം? ആ വാക്കുകൾ സത്യത്തിന്റെ വെളിച്ചമായിരുന്നു. എന്റെ ശരീരം ലോകത്തിൻ്റെതായിരിക്കാം, പക്ഷേ എന്റെ ആത്മാവ് ശിവന്റേതാണ്. അവളുടെ വാക്കുകളിൽ ഒരു സത്യത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. അവൾ ഇനിയൊരു അന്യയല്ലായിരുന്നു, അവൾ അക്കയായിരുന്നു. അവർ മനസ്സിലാക്കി, ഇത് ഒരു സാധാരണ സ്ത്രീയല്ല. അനുഭവ മണ്ഡപത്തിന്റെ ശാന്തമായ വാതിൽക്കൽ ഒരു ആത്മാവ് പുതിയ യാത്രയ്ക്ക് ഒരുങ്ങുന്നു. സമൂഹത്തിന്റെ നിയമങ്ങൾക്കപ്പുറം ഒരു സ്ത്രീ ആത്മാവിന്റെ സത്യത്തെ തേടി നടക്കുന്നു. അവൾക്ക് ലജ്ജയില്ലായിരുന്നു, കാരണം അവൾക്ക് ശരീരമെന്ന ബോധം പോലും ഇല്ലായിരുന്നു. ഇതൊരു യാത്രയാണ്, ഒരു സ്ത്രീയുടെ യാത്രയല്ല, ഒരു ആത്മാവിന്റെ മോചനയാത്ര. അവൾക്കിപ്പോൾ ലോകം മുഴുവൻ ഒരാശ്രമം പോലെയായിരുന്നു. ഒരു നദിയെപ്പോലെ ജീവിതം ഒഴുകുന്നു.
പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. ജനം അവളെ മനസ്സിലാക്കിയില്ല, പക്ഷേ അവൾ അവരെ കുറ്റപ്പെടുത്തിയില്ല. അവളുടെ ലോകം ഇപ്പോൾ ഉള്ളിലേക്ക് മാറി. ഈ വഴി പലരും നടക്കുന്നു, പക്ഷേ സത്യത്തെ തേടുന്നവർ അപൂർവം. കാലമെല്ലാം തകർക്കുന്നു, പക്ഷേ സത്യം തകരില്ല. ആത്മാവിന്റെ വഴി എപ്പോഴും കയറ്റമാണ്, കഠിനവുമാണ്. ചിലർ അവളെ സന്യാസിനി എന്നു വിളിച്ചു. അവളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു ആത്മാവിന്റെ അനന്തമായ അലച്ചിൽ. ആ ദിവസം കാടിന്റെ ശബ്ദങ്ങൾ പോലും അപ്രതീക്ഷിതമായി നിശബ്ദമായി. അവൾക്കൊരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് തോന്നി.